സക്സസ് ഫൈലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന കരൾ എന്ന ടോപ്പിക്കിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരും തീർച്ചയായിട്ടും ഇതിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരളാണ്, കരൾ. ഇനി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാലോ? കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാൽ കരളാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏത് എന്ന് ചോദിച്ചാലാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉത്തരം വരുന്നത്. ഇനി കരളിൻ്റെ ശരാശരി ഭാരം എത്രയാണ്? കരളിൻ്റെ ശരാശരി ഭാരം 1500 ഗ്രാം ആണ്. കരളിൻ്റെ ശരാശരി ഭാരം എത്രയാണ്? 1500 ഗ്രാം. കരൾ കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ ആന്തരിക അവയവം. കരൾ കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കൂടിയ ആന്തരിക അവയവം തലച്ചോറാണ്, തലച്ചോർ. കരളും തലച്ചോറും കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഭാരം കൂടിയ ആന്തരിക അവയവം ശ്വാസകോശമാണ്. കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഹെപ്പറ്റോസൈറ്റുകളാണ്. ഹെപ്പറ്റോസൈറ്റുകൾ കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഹെപ്പറ്റോസൈറ്റുകളാണ് കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ, ഹെപ്പറ്റോസൈറ്റുകൾ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. കരളിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ്. ശരീരത്തിലെ ജൈവ രാസപ്രവർത്തനത്തിന്റെ മുഖ്യ കേന്ദ്രം കരളാണ്. ശരീരത്തിലെ ജൈവ രാസപ്രവർത്തനത്തിന്റെ മുഖ്യ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കരൾ ആണ്. കരളിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം, കരളിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത് വിസറൽ പെരിട്ടോണിയമാണ്. വിസറൽ പെരിട്ടോണിയം. കരളിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? വിസറൽ പെരിട്ടോണിയം. കരളിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് വിസറൽ പെരിട്ടോണിയം. ഒന്നുകൂടി നോക്കിയേ, കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ ഏതാണ്? ഹെപ്പറ്റോസൈറ്റുകളാണ് കരൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ശരീരത്തിലെ ജൈവ രാസപ്രവർത്തനത്തിന്റെ മുഖ്യ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ കരളാണ്. കരളിനെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണ് വിസറൽ പെരിട്ടോണിയം എന്നത്, വിസറൽ പെരിട്ടോണിയം. പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ അവയവമാണ് കരൾ. പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ അവയവം ഏത് എന്ന് ചോദിച്ച് കാണാറുണ്ട്. ഏതാണ്? കരളാണ് പുനരുജ്ജീവന ശേഷിയുള്ള ശരീരത്തിലെ അവയവം. ഇവിടെ തന്നിരിക്കുന്നു പിക്ചറിൽ, ദിസ് വേൾഡ് ലിവർ ഡേ, റിമെമ്പർ ഫുഡ് ഈസ് മെഡിസിൻ. ഫുഡ് ഈസ് മെഡിസിൻ. ഇപ്പം ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണെന്ന് കമൻറ്റ് ചെയ്യുക. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ലോക കരൾ ദിനം എന്നാണ് എന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പം ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19 ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19. മദ്യപാനം ബാധിക്കുന്ന ശരീരഭാഗം കരൾ. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വിറ്റാമിൻ എ ശേഖരിക്കപ്പെടുന്ന അവയവം. നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് വരുന്ന വിറ്റാമിൻ എ ശേഖരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്, കരൾ. കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്ന ആന്തരിക അവയവം ഏത് എന്ന് ചോദിച്ചാൽ കരളാണ്. കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്ന ആന്തരിക അവയവം ഏതാണ്? കരളാണ്, കരൾ. കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ്. കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം, കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്ന അവയവം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കരളാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം. ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിലാണ്. ശരീരത്തിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം കരളാണ്. ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ HDL
ഹൈ ഡെൻസിറ്റി കൊളസ്ട്രോൾ. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഏത് അവയവത്തിലാണ്? കരളിലാണ്. കരൾ. അപ്പോൾ ഒന്നും കൂടി നോക്കാം. നമ്മുടെ ശരീരത്തിൽ അധികമുള്ള വിറ്റാമിൻ എ സംഭരിക്കപ്പെടുന്നത് കരളിലാണ്. കൊഴുപ്പ് ശേഖരിക്കപ്പെടുന്നു കരളിൽ. കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നു കരൾ. ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. അതുപോലെ ശരീരത്തിലെ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ നല്ല കൊളസ്ട്രോൾ HDL ഉൽപ്പാദിപ്പിക്കുന്നത് കരളിലാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കരളിലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ്. ഇനി മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല അല്ലെങ്കിൽ രാസശാല എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കരളാണ്. മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കരൾ. മനുഷ്യ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നു കരൾ. മനുഷ്യ ശരീരത്തിലെ മാലിന്യ സംസ്കരണശാല എന്നറിയപ്പെടുന്നത് കരളാണ്. രക്തം കട്ട പിടിക്കാതിരിക്കാൻ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഹെപ്പാരിനാണ്. രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥമാണ് ഹെപ്പാരിൻ. രാസപദാർത്ഥത്തിൻ്റെ പേര് ഹെപ്പാരിൻ എന്നതാണ്. ഇത് രക്തത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? രക്തം കട്ട പിടിക്കാതിരിക്കാനായിട്ടാണ് ഹെപ്പാരിൻ എന്ന രാസപദാർത്ഥം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? ഹൈബ്രിനോജൻ ആണ്. ഹൈബ്രിനോജൻ. ഹെപ്പാരിനും ഹൈബ്രിനോജനും ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഹെപ്പാരിനും ഹൈബ്രിനോജനും ഉൽപ്പാദിപ്പിക്കുന്നത് കരൾ. അമിതമായി രക്തത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന അവയവം ഏതാണ്? കരളാണ്. ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. അമിതമായിട്ട് രക്തത്തിലെത്തുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നത് കരൾ. മനുഷ്യ ശരീരത്തിലെ ബഹിർസ്രാവി ഗ്രന്ഥി കരൾ. മനുഷ്യ ശരീരത്തിലെ ബഹിർസ്രാവി ഗ്രന്ഥി കരൾ. കൊഴുപ്പിനെ ദഹിപ്പിക്കുവാൻ സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരളാണ്. കരളാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്. പിത്തരസം ശേഖരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. പിത്തരസം ശേഖരിക്കപ്പെടുന്നത് പിത്താശയത്തിലാണ്. പിത്തരസത്തിൻ്റെ നിറം എന്താണ്? മഞ്ഞയാണ്. പിത്തരസത്തിൻ്റെ നിറം മഞ്ഞ. പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ബിലിറുബിൻ, ബിലിവെർഡിൻ. ബിലിറുബിൻ, ബിലിവെർഡിൻ എന്നിവ പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങളാണ്. പിത്തരസത്തിൽ കാണപ്പെടുന്ന വർണ്ണകങ്ങളാണ് ബിലിറുബിൻ, ബിലിവെർഡിൻ എന്നിവ. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? നമ്മളിപ്പോൾ പഠിച്ചു. പിത്തരസത്തിൻ്റെ നിറം എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ്. പിത്തരസത്തിന് മഞ്ഞ നിറം നൽകുന്നത് ബിലിറുബിൻ ആണ്. ബിലിറുബിൻ. പിത്തരസം രക്തത്തിൽ കലരുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് മഞ്ഞപ്പിത്തം. പിത്തരസം രക്തത്തിൽ കലരുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം. കരളിനെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ വീക്കം എന്നത്. കരൾ വീക്കം വൈറൽ അണുബാധയാണ്. കരളിനെ ബാധിക്കുന്ന വൈറൽ അണുബാധയാണ് ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ കരൾ വീക്കം എന്നത്. ഹെപ്പറ്റൈറ്റിസിൽ ഏറ്റവും ഗുരുതരമായത് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. രോഗബാധിതനായ വ്യക്തിയുടെ രക്തം, ബീജം, മറ്റു ശരീരസ്രവങ്ങൾ എന്നിവ വഴി പകരുന്ന കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്നത്. രോഗബാധിതനായ വ്യക്തിയുടെ രക്തം, ബീജം, മറ്റു ശരീരസ്രവങ്ങൾ എന്നിവ വഴി പകരുന്ന കരൾ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. നിശബ്ദ പകർച്ചവ്യാധി എന്നറിയപ്പെടുന്ന കരൾ രോഗം ഹെപ്പറ്റൈറ്റിസ് ബി. നിശബ്ദ പകർച്ചവ്യാധി എന്നറിയപ്പെടുന്ന കരൾ രോഗം ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. മലിനജലം വഴിയോ ഭക്ഷണം വഴിയോ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ. ഏത് വഴിയൊക്കെയാണ്? മലിനജലം വഴിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയൊക്കെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ഇ എന്നിവ. കരൾ കോശങ്ങൾ നശിക്കുകയും പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന രോഗം ലിവർ സിറോസിസ്.
കരൾ കോശങ്ങൾ നശിക്കുകയും അവ പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്ന രോഗമാണ് ലിവർ സിറോസിസ്. ലിവർ സിറോസിസ് ബാധിക്കുന്നത് കരളിനെയാണ്. എന്ത് സംഭവിക്കുന്നു? കരൾ കോശങ്ങൾ നശിക്കുന്നു, അല്ലെങ്കിൽ അവ പ്രവർത്തനരഹിതമാകുന്നു. ഏതാണ് രോഗം? ലിവർ സിറോസിസ്. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഫാറ്റി ലിവറാണ്. കരളില് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ. നിലവിലെ കരൾ മുഴുവനായോ ഭാഗികമായോ നീക്കം ചെയ്ത് പുതിയ കരൾ പൂർണ്ണമായോ ഭാഗികമായോ കൂട്ടിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയുടെ പേര് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ. എന്താണ്? നിലവിലെ കരൾ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ നീക്കം ചെയ്ത പുതിയ കരൾ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ കൂട്ടിച്ചേർക്കുന്ന ശസ്ത്രക്രിയയാണ് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയുടെ പേര് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ. മറ്റൊരു ശരീരത്തിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന ഏതവയവവും അറിയപ്പെടുന്ന പൊതുനാമമാണ് അലോഗ്രാഫ്റ്റ് എന്നത്. അലോഗ്രാഫ്റ്റ്. മറ്റൊരു ശരീരത്തിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന ഏതവയവവും അറിയപ്പെടുന്ന പൊതുനാമമാണ് അലോഗ്രാഫ്റ്റ് എന്നത്. അലോഗ്രാഫ്റ്റ്. കരൾ മാറ്റിവെക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന ചികിത്സകൾ അറിയപ്പെടുന്നത് ബ്രിഡ്ജിംഗ് ടു ട്രാൻസ്പ്ലാന്റേഷൻ. കരൾ മാറ്റിവെക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്തുന്ന ചികിത്സകൾ അറിയപ്പെടുന്നത് ബ്രിഡ്ജിംഗ് ടു ട്രാൻസ്പ്ലാന്റേഷൻ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ സ്രോതസ്സുകൾ: ലിവിങ് ഡോണർ, കാഡേവർ ഡോണർ. മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്നും അവയവങ്ങളോ കലകളോ സ്വീകരിക്കുന്ന ശസ്ത്രക്രിയയാണ് കാഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ. കാഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്? മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്നും അവയവങ്ങളോ കലകളോ സ്വീകരിക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നത് കാഡാവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാണ്. ഒരു വ്യക്തിയുടെ കേടായ അവയവത്തിന് പകരം ജീവനുള്ള ദാതാവിൽ നിന്ന് അവയവം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് സർജറി എന്നത്. ഒരു വ്യക്തിയുടെ കേടായ അവയവത്തിന് പകരം ജീവനുള്ള ദാതാവിൽ നിന്ന് അവയവം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് സർജറി. കരൾ മാറ്റിവെക്കലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ തോമസ് ടാർസൽ ആണ്. കരൾ മാറ്റിവെക്കലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ തോമസ് ടാർസൽ. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1967 ഡോക്ടർ തോമസ് ടാർസൽ ആണ്. 1967 ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് നടന്ന വർഷം 1989 ജൂലൈയിൽ ഡോക്ടർ സിൽവാനോ റെയ്യ. കേരളത്തിൽ ആദ്യമായിട്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 2004 കൊച്ചിയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്. കേരളത്തിൽ ആദ്യമായിട്ട് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 2004 അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിൽ. കേരളത്തിൽ ആദ്യത്തെ വിജയകരമായ ലിവിങ് ഡോണർ ട്രാൻസ്പ്ലാന്റ് നടന്നത് 1922 ഫെബ്രുവരിയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ വിജയകരമായ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് 1997 നവംബറിൽ അപ്പോളോ ഹോസ്പിറ്റലിലാണ്, ഡൽഹി അപ്പോളോ. ലോകത്തിൽ ആദ്യമായി വിജയകരമായ റോബോട്ടിക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് റിയാദിലെ കിം ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലാണ്. റോബോട്ടിക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് റിയാദിലെ കിം ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പോൾ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ പിതാവ്, കരൾ മാറ്റിവെക്കലിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ തോമസ് ടാർസൽ ആണ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക.
കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഫാറ്റി ലിവർ എന്നതും നിലവിലെ കരൾ മുഴുവനായോ അല്ലെങ്കിൽ ഭാഗികമായോ നീക്കം ചെയ്ത് പുതിയ കരൾ പൂർണ്ണമായോ ഭാഗികമായോ കൂട്ടിച്ചേർക്കുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്നതാണ് ഓർത്തോടോപ്പിക് ശസ്ത്രക്രിയ എന്നതും പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്